എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ചാൽ വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. അത് ഓർത്താൽ നല്ലത്. വായിൽ വിരലിടരുത്. ഞാൻ പഴയ കഥകളൊക്കെ പറയും. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ട് വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയൂ. ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയൂ. മേലിൽ ഇത് പറയരുത്. പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും. എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. ആരെയാ ചതിച്ചതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കും. ഞാൻ ഇത്ര നാളും ഉണ്ടായിരുന്ന ആളാണ്. എന്നെ കൊണ്ട് പറയിക്കരുത്. അത് മാത്രമേ എനിക്ക് ചാണ്ടി ഉമ്മനോട് പറയാനുള്ളൂ. കള്ളം പറയുന്നതും കള്ളസാക്ഷി പറയുന്നതും. ഇലക്ഷൻ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങളൊക്കെ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല. അന്നും ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിലില്ല. ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു? ഞാൻ എന്ത് കഴിക്കാനാണ് ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത്? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എൻ്റെ മന്ത്രിസ്ഥാനം 2003 രാജിവെപ്പിച്ചത്? ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത്? എൻ്റെ പേരിൽ ഏത് കേസാണുള്ളത് ഈ നാട്ടിൽ? സത്യസന്ധമായി ഞാൻ ജീവിച്ചതാണോ? നെല്ലിയാമ്പേദയെ പോലെ വനഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണോ ഞാൻ രാജിവെച്ചത്? ഒരു കുടുംബ വഴക്കിനെ മന്ത്രിയെ രാജിവെപ്പിച്ചേച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം? അതൊന്നും പറയരുത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഞാൻ അദ്ദേഹത്തെ ചതിച്ചെന്നോ ദ്രോഹിച്ചെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ആരാണ്ട് പറയുന്ന കേട്ടുകൊണ്ട് കൂലി തല്ലുകാരനായിട്ട് ഇറങ്ങരുത്. ഇറങ്ങിയാൽ പലതും പറയേണ്ടി വരും. പറയിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാന്യമായിട്ട് ഞാൻ പറയുകയാണ്. അത് പറയിക്കണ്ട.